السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الذي علم القرآن علم الإنسان ما لم يعلم والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും തൻ്റെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തം നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 138 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 139-ാമത്തെ വചനങ്ങൾ മുതലാണ് പഠിക്കാനുള്ളത്. അതിനു മുൻപ് നമ്മൾ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചാണ് മുൻ ക്ലാസ്സുകളിൽ അതല്ലെങ്കിൽ മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ പഠിച്ചു വന്നത് എന്ന് പറഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുക, അതിൻ്റെ ഒരു തുടർച്ച കിട്ടുക. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ, നസാറാക്കൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അതല്ലെങ്കിൽ നബിയോടൊപ്പം വിശ്വസിച്ച സ്വഹാബികളുടെ ഈമാനിനെ പരീക്ഷിക്കുന്നതിന്, അവരുടെ ഈമാനിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി അവർ പല ന്യായവാദങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുമായിരുന്നു. അതിലൊന്നായിരുന്നു അവർ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, വഖാലു ലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആരാകണം? ജൂതനാകണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകണം. കാരണം ഞങ്ങൾക്കാണ് വേദം നൽകപ്പെട്ടിട്ടുള്ളത്, ഞങ്ങളാണ് പൂർവ്വ പിതാക്കന്മാരായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യഅ്കൂബ് നബിയുടെയും പിന്തുടർച്ചക്കാർ എന്നവർ പറയുമായിരുന്നു. രണ്ടാമത്തെ അവരുടെ ന്യായവാദം എന്താണ്? വഖാലു, അവർ പറഞ്ഞു, കൂനു ഹൂദൻ ഔ നസാറ, നിങ്ങൾ ഒന്നെങ്കിൽ ആരാകണം? ജൂതനാകണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകണം. തഹ്തദു, എങ്കിൽ നിങ്ങൾ ആരാകും? ഹിദായത്തിലാകും. അപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ജൂതനാകണം, ക്രിസ്ത്യാനിയാകണം. ഹിദായത്ത് ലഭിക്കണമെങ്കിൽ എന്താകണം? ഒന്നെങ്കിൽ ജൂതനാകണം, ക്രിസ്ത്യാനിയാകണം. പിന്നെ അവരുടെ ഒരു വാദം എന്തായിരുന്നു? ഞങ്ങളാണ് ഇബ്രാഹിം നബിയുടെയും പൂർവ്വ പിതാക്കന്മാരുടെയൊക്കെ പൂർവ്വ പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാർ എന്നവർ വാദിക്കും. അപ്പോൾ അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെത്തിയത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുത്ത വളരെ ഗണ്യമായൊരു മറുപടിയുണ്ട്. അല്ല, ഹിദായത്തിലാകണമെങ്കിൽ ഏതു മാർഗമാണ് പിൻപറ്റേണ്ടത്? മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റണം. അത് ജൂതൻ്റെ യഹൂദി മതമല്ല, അത് ക്രിസ്ത്യാനിയുടെ നസാറാക്കളുടെ മതമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഖൂലു, നിങ്ങൾ പറയണം. ആരോടാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിനോടും പറയണം. ഖൂലു, നിങ്ങൾ പ്രഖ്യാപിക്കണം. ആ ജൂതന്മാരോടും നസാറാക്കളോടൊക്കെ ഈ വാദവുമായി വരുമ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത്? എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന, കക്ഷിത്വമില്ലാത്ത, പക്ഷഭേദമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ പ്രഖ്യാപിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 136-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഒരു ക്രിസ്ത്യാനിയോട് നമ്മൾ ഇസ്ലാമിനെ പറ്റി ദഅവത്ത് നടത്തുമ്പോൾ,
ഒരു ജൂതനായ മനുഷ്യനോട് ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ അവർക്കൊക്കെ കക്ഷിത്വമില്ലാതെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരാശയം സ്വഹാബത്തെ നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് പറയുകയാണ്. ഏതാണ് ആ വാചകം? ആമന്ന ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു. വമ ഉൻസില ഇലൈന, ഞങ്ങളിലേക്ക് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഞങ്ങൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. വമ ഉൻസില ഇല ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് അവതരിക്കപ്പെട്ടതിലും, വ ഇസ്മായിൽ, ഇസ്മായിൽ നബിക്ക് അവതരിക്കപ്പെട്ടതിലും, വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത്, ഇസ്ഹാഖ് നബിക്കും ഇസ്ഹാഖ് നബിയുടെ മകൻ യഅഖൂബ് നബിക്കും യഅഖൂബ് നബിയുടെ സന്തതികളെന്ന് അവകാശപ്പെടുന്ന പ്രവാചകന്മാർക്കൊക്കെ അവതരിപ്പിച്ചതിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ വിശ്വസിച്ചു. തർക്കമില്ലല്ലോ. ഞങ്ങൾ അവരെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നിഷേധിക്കുന്നില്ല. അവർക്ക് അവതരിക്കപ്പെട്ട് തെറ്റാണെന്ന് പറയുന്നില്ല, അതൊക്കെ സത്യമാണ്. പിന്നീട് വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. അവർ തൗറാത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പറയും, ഞങ്ങൾ ആരാണ്? തൗറാത്തിൻ്റെ അനുയായികളാണ്. ആ തൗറാത്ത് അവതരിക്കപ്പെട്ടത് ആർക്കാണ്? മൂസാ നബിക്കാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു, വമാ ഊതിയ മൂസാ നബിക്ക് അവതരിക്കപ്പെട്ടതിൽ ഞങ്ങൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അപ്പോൾ ജൂതന്മാരെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തൗറാത്ത് അത് മൂസാ നബിക്ക് അവതരിക്കപ്പെട്ടതാണെന്നും അത് അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ അത് പിന്നീട് അവരെന്ത് ചെയ്തു? മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി. ഇനി ക്രിസ്ത്യാനികളാകട്ടെ, ഈസാ നബിക്ക് അവതരിക്കപ്പെട്ടതിൽ ഞങ്ങൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അപ്പോൾ ജൂതന്മാരും നസാറാക്കളും പറയുന്ന പൂർവ്വ പിതാക്കന്മാർക്ക് അവതരിക്കപ്പെട്ടതിലെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അവകാശപ്പെടുന്ന മൂസാ നബിക്ക് അവതരിക്കപ്പെട്ട തൗറാത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്ന ഈസാ നബിക്ക് അവതരിക്കപ്പെട്ട ഇഞ്ചീലിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല. വമാ ഊതിയ നബിയ്യൂന മിൻ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ഏതൊക്കെ പ്രവാചകന്മാർക്ക് വഹീ ലഭിച്ചിട്ടുണ്ടോ, വേദഗ്രന്ഥം ലഭിച്ചിട്ടുണ്ടോ, അതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽ ഒരാളോട് ഞങ്ങൾക്ക് എന്തില്ല? വേർതിരിവില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു. ശരിക്കും ഈ ആശയം കക്ഷിത്വമില്ലാത്ത ഒരു ആദർശമാണിത്. നമുക്ക് എവിടെയും വിളിച്ചു പറയാം. വേദഗ്രന്ഥത്തിൻ്റെ അവകാശികൾ എന്നറിയപ്പെടുന്ന ലോകത്തെ 2 വിഭാഗം ആളുകൾ ആരാണ്? ജൂതന്മാരും നസാറാക്കളുമാണ്. ഇസ്ലാം അറേബ്യയിൽ കടന്നു വരുന്നതിന് മുമ്പ്, പ്രവാചകന് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചിരുന്ന പേര് തന്നെ എന്താണ്? ഊത്തുൽ കിതാബ്. ഊത്തുൽ കിതാബ് എന്നാണ് പറഞ്ഞിരുന്നത്. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. അവരെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ അവരെ അറിവില്ലാത്തവരായിരുന്നില്ല. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളെ പറ്റി ഖുർആൻ വിശദീകരിച്ച എന്താ പറഞ്ഞിരുന്നത്? ഒന്നെങ്കിൽ ഉമ്മിയീൻ, അക്ഷരജ്ഞാനമില്ലാത്തവർ, അല്ലെങ്കിൽ ലാ യഅലമൂന, അറിവില്ലാത്തവർ. ഇങ്ങനെയാണ് മക്കയിലെ മുശ്രിക്കുകളെ പറ്റി പറഞ്ഞത്. പക്ഷെ ഇവർക്ക് അല്ലാഹു കൊടുത്ത ക്വാളിറ്റി എന്താ? ഊത്തുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവരെന്നാണ്. അപ്പോൾ ആ വേദഗ്രന്ഥങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? ഇതാ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ മതം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് എന്തുമാത്രമാണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ജൂതമതം സ്വീകരിച്ചാലേ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് തൗറാത്തിൽ എവിടെയില്ല. ക്രൈസ്തവ മതം സ്വീകരിച്ചാലേ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഇഞ്ചീലിൽ എവിടെയും ഇല്ല. അതവർക്കറിയാം. അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആയത്തുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, 139-ാമത്തെ വചനം. അതിൻ്റെ തുടർച്ചയായി അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഖുൽ, നബിയെ പറയണം, അതുഹാജ്ജൂനനാ ഫില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഞങ്ങളോട് ന്യായവാദം നടത്തുകയാണോ? ഹാജ്ജ യുഹാജ്ജു എന്ന പദത്തിൻ്റെ അർത്ഥം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹാജ്ജ എന്ന് പറഞ്ഞാൽ? ഹജ്ജ് ചെയ്തു എന്നല്ല, പിന്നെയോ തർക്കിക്കുക, ന്യായവാദം കൊണ്ടുവരുന്നതിനാണ് ഹാജ്ജ എന്ന് പറയുക. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് തർക്കം നടത്തിയ നമ്രൂദ്, ആ നമ്രൂദിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ വിഷയത്തിൽ ഇബ്രാഹിം നബിയോട് തർക്കം നടത്തിയവനെ നീ കണ്ടില്ലേ? ആരാണത്? ഇബ്രാഹിം നബിയോട് തർക്കം നടത്തിയതാരാ? നമ്രൂദ്.
അവിടെ അള്ളാഹ് ഉപയോഗിച്ച പദം എന്താ? ഹാജ. അപ്പം ഹാജ യുഹാജു എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കം നടത്തുക, ന്യായങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുക? തർക്കിക്കുക. അപ്പം ഇവിടെ ജൂതന്മാർ ആരുടെ വിഷയത്തിലാണ് നബിയോട് തർക്കിച്ചത്? ഫില്ലാ, അള്ളാൻ്റെ വിഷയത്തിലാണ്. അള്ളാൻ്റെ വിഷയത്തിൽ നബിയോടും സഹാബത്തിനോടും തർക്കിക്കാൻ വരിക. എങ്ങനെയുള്ള അള്ളാഹുവാണ്? വഹുവ റബ്ബുന വറബ്ബുക്കും, വഹുവ റബ്ബുന, അവൻ ഞങ്ങളുടെ റബ്ബുമാണ് നിങ്ങളുടെ റബ്ബുമാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? അള്ളാൻ്റെ വിഷയത്തിൽ ഇങ്ങോട്ട് തർക്കിക്കാൻ വരിക. രണ്ടുപേരുടെയും റബ്ബ് വേറെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാം? പറയാം നിങ്ങളുടെ റബ്ബ് ശരിയല്ല, ഞങ്ങളുടെ റബ്ബാണ് ശരിയെന്ന് പറയാം. പക്ഷെ ഇത് രണ്ട് കൂട്ടരും റബ്ബായി അംഗീകരിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അതായത് ജൂതന്മാർ അവരുടെ ഭാഷയിൽ അവർ അള്ളാഹുവിനെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. നസാറാക്കൾ നാലിച്ചു നോക്ക്, നസാറാക്കളുടെ അറബി ബൈബിൾ നിങ്ങൾ എടുത്തു നോക്കിക്കോളി, അറബി ബൈബിൾ കിട്ടും. നമ്മളിറക്കിയതല്ല, അവരിറക്കിയ അറബി ബൈബിൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അവിടെ യഹോവ എന്നതിന് അറബിയിൽ കൊടുത്തിരിക്കുന്ന വാക്കെന്താണ്? അല്ലാ. മഹാനായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയുന്ന വാചകം ബൈബിൾ പറയുന്നുണ്ട്. എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, റബ്ബി വറബ്ബുക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബാരാണ്? ഇലാഹൻ വാഹിദ, ഏക ഇലാഹാണ്. ഇതേ സമാനമായ വാചകം എവിടെയുണ്ട്? ബൈബിളിലുണ്ട്. ഇസ്രായേൽ സമൂഹമേ, ബനു ഇസ്രായേലിയരെ, നിങ്ങളുടെയും എൻ്റെയും റബ്ബ് ഏക കർത്താവായ യഹോവയാണെന്നുണ്ട്. അതിന് കറക്റ്റ് അറബി ട്രാൻസ്ലേഷൻ അറബി കൊടുത്തിരിക്കുന്നത് എന്താണ്? അല്ലാ എന്ന പദമാണ്, അള്ളാഹു എന്ന പദം. ആലോചിക്കണം നമ്മൾ. അപ്പം അവരുടെ റബ്ബും നമ്മുടെ റബ്ബും അള്ളാഹു ആയിരിക്കെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നമ്മളോട് ന്യായവാദം പറയുകയാണോ? അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലന അഅമാലുന വലക്കും അഅമാലുക്കും. നബിയെ വീണ്ടും പറയണം. എന്താണ് പറയേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു എന്താണ് പറയുക, ബറാഅത്തിൻ്റെ വാക്കാണ്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വലാഉം ബറാഅൊക്കെ പഠിച്ചിട്ടില്ലേ അല്ലേ? ഓരോ കാലഘട്ടത്തിൽ ഓരോ ഫിത്ന വരും. നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് നടക്കുന്ന നമ്മൾക്കിടയിലുള്ള ഒരു ഫിത്നയാണെന്ത്? വലാഉം ബറാഉം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു കാലഘട്ടത്തിൽ വേറെ ചർച്ചയായിരുന്നു, പിന്നെ അതിനു മുമ്പ് വേറെ ചർച്ചയായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലെ ചർച്ച എന്താ? വിവാദമായ ചർച്ചകൾ എന്താ? വലാഉം ബറാഉമാണ് അല്ലേ? വിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട് വലാ ഉണ്ടാകണം, അവരോട് സ്നേഹവും അവരോട് നല്ല ബന്ധം ഉണ്ടാകണം. അവിശ്വാസികളോട് ബറാഅത്തുണ്ടാകണം, അവരോട് വിമുഖത ഉണ്ടാകണം, അവരിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കണം എന്നുള്ളത്. ഇപ്പം ബറാഅത്ത് എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളോടും അവരുടെ വിശ്വാസത്തോടും അവരുടെ ആചാരത്തോടൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ബറാഅത്ത് കാണിക്കണം. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മുക്തമാകണം. യാതൊരു രൂപത്തിലും അതിനോട് എന്ത് ചെയ്യാൻ പാടില്ല? ഐക്യപ്പെടാനോ സാദൃശ്യപ്പെടാനോ പാടില്ല. അതാണ് ബറാഅത്ത്. അവരോട് കണ്ടാൽ ചിരിക്കണ്ടെന്നോ, അതല്ലെങ്കിൽ അമുസ്ലിമീങ്ങളോട് അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കണ്ടെന്നോ, അവരുമായി എന്തെങ്കിലും സഹവർത്തിത്വത്തിൽ ഏർപ്പെടണ്ടെന്നോ അല്ല ബറാഅത്തിൻ്റെ അർത്ഥം. അങ്ങനെയായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജൂതന്മാരുമായിട്ടുണ്ടായിരുന്ന കരാറുകൾ, ജൂതന്മാരുമായിട്ടിരുന്ന ബന്ധങ്ങൾ, ഇതൊന്നും ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ നബിയുടെ പടയെങ്കി ആരുടെ വീട്ടിലാണ്? ജൂതൻ്റെ വീട്ടിലാണ്. നബിയുടെ അയൽവാസിയായ ജൂതൻ്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പടയെങ്കി. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയായിരുന്നു? കുറച്ച് ഗോതമ്പിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കാൻ മേടിച്ച ഗോതമ്പിന് വേണ്ടി നബി എന്ത് ചെയ്തു? പടയെങ്കി പണയപ്പെടുത്തി. ആരുടെ വീട്ടിൽ? ഒരു ജൂതൻ്റെ വീട്ടിൽ. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞ ജൂതനോട് ആ ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടൊരു യുദ്ധത്തിൻ്റെ സാമഗ്രി കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് പകരം ഗോതമ്പ് വാങ്ങാണ്. ഇതിനിവരെന്തു പറയും? ബറാഅത്തിന് പുതിയ ഡെഫിനിഷനുകൾ നൽകുന്ന ആളുകൾ ഇതിനെന്തു പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നബിക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്ന, സഹായത്തിനുണ്ടായിരുന്ന ഒരു ഭൃത്യൻ ആരാണ്? ജൂതനായ മനുഷ്യൻ്റെ മകനാണ്. ആ കുട്ടി രോഗിയായപ്പോൾ ആ കുട്ടിയെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? രോഗസന്ദർശനം നടത്തി. ഒരു ജൂതൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നു? രോഗിയായപ്പോൾ പോയി രോഗസന്ദർശനം നടത്തുന്നു. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ അസ്ലിം, നീ ഇസ്ലാം സ്വീകരിക്കൂ. ആ കുട്ടി ഉപ്പയെ നോക്കി, ജൂതനായ ഉപ്പയെ നോക്കി. ഉപ്പ പറഞ്ഞു, മോനെ നീ അബുൽ ഖാസിമിനെ അനുസരിക്കൂ.
അങ്ങനെ ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. അപ്പം ഈ ബന്ധങ്ങൾ, ഈ സഹവർത്തിത്വവും ഈ ഒരു സഹകരണങ്ങളൊന്നും ബറാഅത്ത് കാരണം വേണ്ട എന്ന് പറയാൻ പാടില്ല. ബറാഅത്ത് എന്തിനോടാണ്? അവരുടെ വിശ്വാസത്തോടാണ്, അവരുടെ ആചാരത്തോടാണ്. അതുണ്ടാകണം. അപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താ പറഞ്ഞത്? വലന അമാലുന, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇബാദത്തും ആരാധനാ കർമ്മങ്ങളും ഞങ്ങളുടെ അമലുകളെല്ലാം ഉണ്ട്. വലക്കും അമാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകളുമുണ്ട്. ഇതിനെപ്പറ്റി മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. എന്താണത്? ഐ നഹ്നു ബുറആഉ മിൻകും വ അൻതും ബുറആഉ മിന്ന, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മുക്തരാണ്, നിങ്ങൾ ഞങ്ങളിൽ നിന്നും മുക്തരാണ്. ഇതിന് സമാനമായ ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആൻ സൂറത്ത് യൂനുസ് 10-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വ ഇൻ കദ്ദബൂക, നബിയെ താങ്കളെ അവർ നിഷേധിച്ചാൽ, ഫഖുൽ, നബി എന്ത് ചെയ്യണം? അവരോട് പറയണം, ലീ അമലി, എനിക്ക് എൻ്റെ അമലുണ്ട്. എന്നോട് അല്ലാഹ് ചെയ്യാൻ പറഞ്ഞ എൻ്റെ ശരീഅത്തിലെ അമലുകളും വിധികളൊക്കെ എനിക്കുണ്ട്. വലക്കും അമലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകളുണ്ട്. അൻതും ബരീഊന മിമ്മാ അമൽ, ഞാൻ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ ആരാണ്? നിങ്ങൾ നിങ്ങളുടെ വഴിയിലാണ്, നിങ്ങൾ മുക്തരാണ്. വ അന ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ഞാനും ആരാണ്? ബരീ, മാറി നിൽക്കുകയാണ്. അതായത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല? ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല ഇബാദത്തിൻ്റെ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ ദഅവത്തുകൾ ഇങ്ങനെ മക്കയിൽ ഉടനീളം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു തുടങ്ങി. പരസ്യപ്രബോധനം ആരംഭിച്ചു. മുസ്ലിമീങ്ങൾ ഓരോന്നായി ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ മക്കക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നിട്ട് എന്താ പറഞ്ഞത്? നമുക്ക് എന്ത് ചെയ്യാം? ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെത്താം. എന്താ അഡ്ജസ്റ്റ്മെൻറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ എന്ത് ചെയ്യണം? ഒന്ന് പുകഴ്ത്തി പറയണം. ഞങ്ങൾ നബിയുടെയും ദൈവത്തെ എന്ത് ചെയ്യാം? പുകഴ്ത്തി പറയാം. നബി ഒരു കൊല്ലം ഞങ്ങളുടെ ഇബാദത്തുകൾ ചെയ്യണം, ഞങ്ങൾ ഒരു കൊല്ലം നിങ്ങളുടെ ഇബാദത്തും എന്ത് ചെയ്യാം? ചെയ്യാം. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. അതായത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് എവിടെ ഉള്ളത്? അന്ന് മക്കയിലുള്ളത്. അന്ന് അവരാണ്. മുസ്ലിമീങ്ങൾ ആരാണ്? ന്യൂനപക്ഷമാണ്. വളരെ തുച്ഛമായ ആളുകളെ അന്ന് മക്കയിൽ മുസ്ലിങ്ങളുള്ളൂ. ആ മുസ്ലിങ്ങളോട് വന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യൂ? നമ്മുടെ ആരാധനകളൊക്കെ ചെയ്യൂ, ഞങ്ങൾ ഒരു വർഷം നിങ്ങളുടെ ആരാധനകൾ ചെയ്യാം. അപ്പോൾ ഒന്ന് ആലോചിക്കട്ടെ, നമുക്കൊന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റിലെത്താം എന്നാണോ പറഞ്ഞത്? ശക്തമായ ഭാഷയിൽ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് അവതരിക്കുകയാണ്. എങ്ങനെയാണ് ആ അഭിസംബോധന പോലും? ഖുൽ, നബിയെ പറയണം, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ വിളിക്കുകയാണ്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. അത് 2 തവണ വീണ്ടും വീണ്ടും എന്ത് ചെയ്തു? ആവർത്തിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം. മതത്തിൻ്റെ വിഷയത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണ്ട? നബിസ്വല്ലല്ലാഹു പറ്റി നബിയോട് പറയുന്നത്, നബിയെ വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, നബി ഒന്ന് വഴങ്ങിക്കൊടുത്താൽ അവർ വഴങ്ങിത്തരാൻ റെഡിയാണ്. നബി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ മതി, അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. എന്നിട്ട് പറയാൻ ഫലാ തുത്ഇൽ കാഫിരീൻ, കാഫിരീങ്ങളെ നബി അനുസരിക്കരുത്. ഫലാ തുത്ഇൽ മുകദ്ദിബീൻ, നിഷേധികളെ അനുസരിക്കരുത്. പിന്നെ ആരെയൊക്കെ അനുസരിക്കാൻ പാടില്ല എന്ന് നബിയോട് പറയുകയാണ്. അപ്പം നബിയോട് പോലും ശക്തമായ ഭാഷയിൽ അല്ലാഹ് പറഞ്ഞു അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. അപ്പം ദീനിൻ്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല എന്നാണ്. നോക്കൂ, മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഇൻ ഹാജൂക, നബിയെ അവർ താങ്കളോട് ന്യായവാദം പറയാൻ വന്നാൽ, ഫഖുൽ, നബി അവരോട് പറയണം, അസ്ലംതു, ഞാൻ ആരാണ്? ഞാൻ മുസ്ലിമായ ഒരാളാണ്, ഞാൻ മുസ്ലിമായി. വജ്ഹിയ ലില്ലാഹ്, എൻ്റെ മുഖത്തെ ഞാൻ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? തിരിച്ചു നിർത്തി അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വമനിത്തബഅൻ, എന്നെ പിൻപറ്റിയ മുസ്ലിമീങ്ങളും. അപ്പം ഞാനും നിങ്ങളൊക്കെ ആ പ്രവാചകനെ പിൻപറ്റിയ ആളാണ്. നമ്മുടെ മുഖത്തെ ആരിലേക്കാണ് തിരിച്ചു നിർത്തിയിരിക്കുന്നത്? അള്ളാഹുവിലേക്കാണ്. എന്നിട്ട് പറയുകയാണ്, വഖുൽ,
നബി അവരോട് പറയണം, ലില്ലദീന ഊത്തുൽ കിതാബ വൽ ഉമ്മിയീൻ, വേദം നൽകപ്പെട്ട വേദക്കാരോടും വൽ ഉമ്മിയീൻ. ആരാ ഉമ്മിയീൻ? മക്കയിലെ മുശ്രിക്കീങ്ങളോട് നബി പറയണം, അസ്ലംതും, നിങ്ങൾ മുസ്ലിമായാൽ, ഫഇൻ അസ്ലമു, അവരങ്ങനെ മുസ്ലിമായി തീർന്നാൽ, ഫഖദ് ഇഹ്തദൗ, ആരായിത്തീരും? നിങ്ങൾ ഹിദായത്തിലാകും. വഇൻ തവല്ലൗ, നിങ്ങൾ ഇനി പിന്തിരിഞ്ഞ് തിരിഞ്ഞു പോയാലോ, ഫഇന്നമ അലൈക്കൽ ബലാഗ്, നബിയെ പേടിക്കേണ്ട, നബിയുടെ മേൽ എന്ത് മാത്രമേ ഉള്ളൂ? ദഅവത്തിൻ്റെ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അവരെ പിടിച്ച് മുസ്ലിമാക്കുക എന്നുള്ള പണി ആർക്കില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. അപ്പം ഇവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? നബിയോട് തർക്കിക്കാൻ വരുന്ന ആളുകളോട് എന്ത് ചെയ്യണം? എന്താ പറയേണ്ടത്? നമ്മളോടൊരാൾ തർക്കിക്കാൻ വരികയാണെങ്കിൽ എന്താ പറയേണ്ടത്? എനിക്കെൻ്റെ മതമുണ്ട്, നിനക്ക് നിൻ്റെ മതമുണ്ട്. മതം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യേണ്ടതില്ല, അഡ്ജസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അവൻ്റെ ആഘോഷം ഞാൻ കടമെടുത്തു, എൻ്റെ ആഘോഷം അവന് കൊടുത്തു, അല്ലേ? നമ്മുടെ നാട്ടിൽ ചില അമുസ്ലിമീങ്ങളുടെ ആഘോഷം കൊണ്ടാടുന്നത് ആരാണെന്ന്? മുസ്ലിമീങ്ങളാണ്. ആഘോഷം മാറിപ്പോയോ എന്ന് സംശയിക്കും. ആ രൂപത്തിലാണ് വസ്ത്രധാരണ പോലും. സുബൈക്ക് പെരുന്നാളിന് ഈദ്ഗാഹിലേക്ക് പോകുന്നത് പോലെയാണ് ഓണത്തിന് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് മുണ്ടെടുത്ത്, അല്ലേ, അവരുടെ വസ്ത്രം ധരിച്ച് അവരോട് മുത്തശാബിഹായിക്കൊണ്ട് സാദൃശ്യപ്പെട്ടുകൊണ്ട് അവർ ഒരു പ്രഭാതം പുലരുമ്പോൾ അന്നത്തെ ആ ദിവസം അമുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷത്തിന് ഏറ്റവും നന്നായി വസ്ത്രമെടുത്ത് സ്റ്റാറ്റസ് ഇടുന്നതും അതേപോലെ തന്നെ റീൽസ് ഉണ്ടാക്കുന്നതും വീഡിയോസ് ചിത്രീകരിക്കുന്നതൊക്കെ ആരാണ്? മുസ്ലിം ഉമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്, എൻ്റെ ഉമ്മത്ത് എന്തു ചെയ്യും? അമുസ്ലിമീങ്ങളുടെ ആചാരത്തോടും എത്രത്തോളം അവർ ആരാധിക്കുന്ന ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളുടെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൻ്റെ വിഷയത്തിലാണോ നിങ്ങൾ നമ്മളോട് തർക്കിക്കുന്നത്? വലന അഅമാലുന, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുണ്ട്. വലക്കും അഅമാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ അമലുണ്ട്. അതെന്ന് വെച്ചാൽ ലക്കും ദീനുക്കും വലിയ ദീൻ. അതിനുശേഷം വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങൾ ആരാണ്? ഇഖ്ലാസ് ഉള്ളവരാണ്, ഞങ്ങൾ ആത്മാർത്ഥത ഉള്ളവരാണ്. അതായത് അള്ളാഹ് അവതരിപ്പിച്ച് തന്ന മതത്തെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? മാറ്റിമറിച്ചിട്ടില്ല എന്നാണ്. മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിലെ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. എത്ര കാര്യങ്ങളാണ്? 3 കാര്യം. ഒന്ന്, അദ്ദേഹം പറയുകയാണ്, അത്തുനാദിറൂനന, അതായത് ഞങ്ങളോട് നിങ്ങൾ തർക്കിക്കുകയാണോ? ഫീ തൗഹീദില്ല, ഒന്നാമത്തെ കാര്യം അതാണ് പറഞ്ഞത്. ഫില്ലാഹി വഹുവ റബ്ബുന വ റബ്ബുക്കും, ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹുവായിരിക്കും, അള്ളാൻ്റെ വിഷയത്തിൽ തർക്കിയാണോ? അതേതാ വിഷയം? തൗഹീദാണ്. രണ്ടാമത്തേത് വൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവതരിപ്പിച്ച് തന്നത് അതുപോലെ കൊണ്ടു നടക്കാനുള്ള ആത്മാർത്ഥത നമുക്കുണ്ടാകണം. മൂന്നാമത്തത് വൽ ഇൻഖിയാദ്, അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവതരിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തിൽ ഒന്നാണ് ഇൻഖിയാദ്. ലാ ഇലാഹ ഇല്ലല്ലക്ക് എത്ര ഷർത്തുണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ച്? ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകൾ എത്രയാ? ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകൾ എത്രയുണ്ട്? നമസ്കാരത്തിൻ്റെ ഷർത്ത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റും, എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, ഏതൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റും, അല്ലേ? ശുദ്ധിയാകണം, കിബിലയിലേക്ക് തിരിയണം, നഗ്നത മറക്കണം, ഇങ്ങനെ നമുക്ക് എണ്ണി പറയാൻ പറ്റും. എന്നാൽ ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഉറക്കേണ്ട ഒന്നാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പണ്ഡിതന്മാർ 7 ഷർത്തുകൾ വെച്ചു. എത്ര ഷർത്താണ്? 7 ഷർത്ത്. അതിലൊന്നാമത്തെ ഷർത്ത് എന്താണ്? അല്ല ഇൽമാൻ. ആ ഇൽമിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൽമ് നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത് എന്താ? രണ്ടാമത്തെ ഷർത്ത് യഖീൻ. ഇൽമ് കിട്ടിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? യഖീൻ ഉണ്ടാവുള്ളൂ. അറിവുണ്ടെങ്കിലേ ദൃഢമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈ അറിവ് നേടാത്തത് കൊണ്ടാണ് അവിടെ ഇവിടെയും അരികും മൂലയൊക്കെ വായിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യും?
മറ്റുള്ളവരോട് തർക്കിക്കാൻ പോവും. അവൻ്റെ തർക്കത്തിൽ ഇവൻ്റെ ഈമാനും എന്ത് ചെയ്തിട്ടുണ്ടാവും? പോയിട്ടുണ്ടാവും. വ്യക്തമായ അറിവുണ്ടാവില്ല. ഇനി കൃത്യമായ ഒരു കാര്യത്തെ പഠിക്കാതെ യുക്തിവാദിയുടെ ക്ലാസ് വെറുതെ കേൾക്കാൻ പോവും. എന്താ പറയണമെന്ന് കേൾക്കണമല്ലോ ഒന്ന്. കൃത്യമായി പഠിച്ചിട്ടുണ്ടാവില്ല. ഒരു ഹദീസിൻ്റെ അരികും മൂലയൊക്കെ ആ യുക്തിവാദി പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ബാക്കി വായിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇൽമുണ്ടായാലേ യഖീൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തേത് ഇൽമാണ്, രണ്ടാമത്തെ എന്താണ്? യഖീനാണ്. മൂന്നാമത്തെ എന്താ? അൽ ഇഖ്ലാസ്, ആത്മാർത്ഥത ഉണ്ടാകണം. ആത്മാർത്ഥത ഉണ്ടാകണം. അതെങ്ങനെ? യഖീനായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം നമുക്ക് ദൃഢമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവും? അതിനോട് ആത്മാർത്ഥത ഉണ്ടാവും. ഒരു കാര്യം നമുക്ക് ദൃഢമായ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനോട് എന്തുണ്ടാവും? ഒരു മൊഹബ്ബത്ത് ഉണ്ടാവും. അതാണ് നാലാമത്തെ ഷർത്ത്. നാലാമത്തെ ഷർത്ത്. അഞ്ചാമത്തെ ഷർത്ത് എന്താ? സിദുഖാണ്. അത് സത്യപ്പെടുത്തും. അതെന്ത് ചെയ്യും? സത്യപ്പെടുത്തും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വ്യക്തമായ അറിവ് കിട്ടിയപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് കിട്ടിയത്? യഖീൻ ഉണ്ടായത്. ആ യഖീൻ ഉണ്ടായത് കൊണ്ടാണ് റസൂല് കൊണ്ടുവരുന്ന ഏതൊരു കാര്യത്തെയും ഇഖ്ലാസോടുകൂടി സമീപിച്ചത്. ആ റസൂലിനെ ജീവനേക്കാൾ ഏറെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഇൽമ് കിട്ടിയോണ്ടാ, യഖീൻ ഉണ്ടായതുകൊണ്ടാ. അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രി കൊണ്ട് മിഅ്റാജും ഇസ്രാഉം യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. അത് സത്യമാണെന്ന് പറയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ച ഘടകം എന്താ? യഖീനാണ്, ദൃഢമായ വിശ്വാസമാണ്. അപ്പോൾ 1 ഇൽമ്, 2 യഖീന്, 3 ഇഖ്ലാസ്, 4 മഹബ്ബ, 5 സിദ്ഖ്. സിദ്ഖ് 5 കാര്യം നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ, എനിക്ക് പറഞ്ഞു തരണേ. ആറാമത്തത് അൽ ഖബൂൽ. ഖബൂൽ, ഖബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നാൽ അക്സെപ്റ്റൻസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് എന്ത് ചെയ്യണം? പ്രഖ്യാപിക്കണം. അതാണ് ഖബൂൽ. ഏഴാമത്തത് അൽ ഇൻഖിയാദ്. ഇൻഖിയാദ് അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൽ നിന്ന് 3 കാര്യങ്ങൾ ഇസ്തിംബാത്ത് എടുത്തു: തൗഹീദ്, ഇഖ്ലാസ്, ഇൻഖിയാദ്. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുക, സബ്മിഷൻ. നമ്മൾ അക്സെപ്റ്റൻസ് ചെയ്ത കാര്യം അള്ളാന്റെ മുന്നിൽ എന്ത് ചെയ്യണം? സബ്മിഷൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? 5 നേരത്തെ നിസ്കാരത്തിലൂടെ സബ്മിഷൻ നടത്തണം, സക്കാത്തിലൂടെ, ഹജ്ജിലൂടെ, നോമ്പിലൂടെ. അതാണ് ഇൻഖിയാദ്, കീഴൊതുങ്ങണം. അപ്പം ഈ 7 കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ ഒരാളുടെ വിശ്വാസം എന്ത് ചെയ്യൂല? നഷ്ടപ്പെട്ടു പോകൂല, ഈമാൻ ചോർന്നു പോകൂല. നമ്മളാകെ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? പഠിച്ചിട്ടുള്ളൂ. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കണമെങ്കിൽ ഈ 7 കാര്യങ്ങൾ എന്ത് ചെയ്യണം? തർത്തീബായി നമ്മൾ പഠിക്കണം. ആ 7 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ബോർഡിൽ എഴുതാം, പെട്ടെന്ന് കേട്ടോ. അത് എഴുതേണ്ട ആളുകൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് എഴുതിയെടുക്കണം. കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടോ? റെഡിയാണോ? ഓക്കെ അല്ലേ? ഷുറൂത്തു ലാ ഇലാഹ
ഇല്ലല്ലാ. ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലയുടെ കണ്ടീഷൻസ്, അതാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ഒന്നാമത്തത് അൽ ഇൽമാണ്. എന്താണ്? അൽ ഇൽമ്. രണ്ടാമത്തത് അൽ യഖീൻ. ഇത് വേറെ തന്നെ നമ്മൾ വിശദീകരിച്ച് പഠിക്കേണ്ടതാണ് കേട്ടോ, പക്ഷെ പറഞ്ഞ് പെട്ടെന്ന് പോവാണ്. അൽ യഖീൻ. യഖീൻ കഴിഞ്ഞാൽ അടുത്തെന്താ നമ്മൾ പറഞ്ഞ്? ഇഖ്ലാസ്. അൽ ഇഖ്ലാസ്. നാലാമത്തത് അൽ മഹബ്ബ. അൽ മുഹബ്ബ. അഞ്ചാമത്തത് സിദ്ഖ്. അസ്സിദ്ഖ്. ആറാമത്തത് അൽ ഖബൂൽ. അൽ ഖബൂൽ. അൽ ഖബൂൽ. 7 അൽ ഇൻഖിയാദ്. അൽ ഇൽമ്, അൽ യഖീൻ, അൽ ഇഖ്ലാസ്, അൽ മുഹബ്ബ, അസ്സിദ്ഖ്, അൽ ഖബൂൽ, അൽ ഇൻഖിയാദ്. ഇത് പണ്ഡിതന്മാർ വെറുതെ ഉണ്ടാക്കിയതല്ല. ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് ഷർത്ത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുണ്ടാക്കിയതല്ല. പിന്നെയോ തൗഹീദുമായി പറയപ്പെട്ട ആയത്തുകളെ ക്രോഡീകരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഷർത്ത് പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ കാണാതെ പഠിച്ച് വളരെ വിശദമായി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇതിൽ ഒന്നാമത്തെ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതാ? അല്ല ഇൽമ്. ഇൽമിൻ്റെ തേട്ടത്തിലാണ് നമ്മൾ. എത്രത്തോളം ഇൽമ് നമ്മൾ നേടുന്നോ അത്രത്തോളം നമുക്ക് എന്തുണ്ടാവും? രണ്ടാമത്തെ പോയിന്റ്, യഖീനുണ്ടാകും. ദൃഢമായി നമ്മൾ വിശ്വസിക്കും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇഖ്ലാസ് വരും, മുഹബ്ബ വരും, സിദ്ഖ് വരും. പിന്നെ ഏത് കാര്യം പറഞ്ഞാലും സിദ്ഖിൻ്റെ വിഷയത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല. സിദ്ഖിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? കെദിബ് എന്നാണ്. കെദിബ്, കളവാക്കുക. ഒരു ഹദീസ് പറയുമ്പോൾ ആ ഹദീസ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല കേട്ടോ, അതെന്തോ ഒരു അന്ന് ആലോചിക്കണം, അത് സ്വഹീഹാണോ എന്ന് നോക്ക്, പറഞ്ഞിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇനി സ്വഹീഹാണെന്ന് പറഞ്ഞാലോ അപ്പോൾ പറയുന്നത് ഖുർആനെതിരാണെന്ന് തോന്നുന്നു. അത് ഖുർആനെതിരല്ല എന്ന് പഠിപ്പിച്ചു കൊടുത്താലോ അപ്പോൾ എൻ്റെ ബുദ്ധിക്ക് യോജിക്കണില്ല എന്ന് പറയും. അപ്പം ഈ സിദ്ഖ് വരണമെങ്കിൽ എന്ത് വേണം? ഇൽമ് കിട്ടി യഖീനാകണം. യഖീനായി കഴിഞ്ഞാൽ ഇഖ്ലാസും മഹബ്ബയും സിദ്ഖും ഖബൂലും ഇൻഖിയാദൊക്കെ എന്ത് ചെയ്യും? അതിൻ്റെ പിറകെ കൃത്യമായി വരും. അപ്പം ഈ 7 കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. ഇനി നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് 3 കാര്യങ്ങൾ. ഒന്നെന്താണ്? തൗഹീദിൻ്റെ വിഷയമാണ് അവർ തർക്കിച്ചത്. രണ്ടാമത്തത് ഇഖ്ലാസ്. അവരെന്ത് ചെയ്തു? അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിലെ അമലുകൾ അവരെന്ത് ചെയ്തു? മാറ്റിമറിച്ചു, അട്ടിമറിച്ചു. അതേപോലെ വൽ ഇൻഖിയാദ്, അതനുസരിച്ച് അവർ ജീവിച്ചും ഇല്ല. ഇതാണ് യഹൂദികൾക്കും ക്രൈസ്തവർക്കും സംഭവിച്ചത്. എന്നിട്ട് അവരാരോട് തർക്കിക്കാൻ വരുന്നു? നബിയോടും സഹാബത്തിനോടും തർക്കിക്കാൻ വരുന്നു. ഇനി നോക്കൂ, അടുത്ത ആയത്തിൽ അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വല്ലസ്ബാത്ത് കാനൂ ഹൂദൻ ഔ നസാറാ. അടുത്ത ചോദ്യം, അം തഖൂലൂൻ, നിങ്ങൾ പറയുകയാണോ? അം എന്തിനാ ഉപയോഗിക്കുക? അം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അം എന്തിനാ ഉപയോഗിക്കുക? അം ചോദ്യം ചോദിക്കാനാണ്. അലിഫ് അം എന്നൊക്കെ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കും. അമിൻതും മൻ ഫിസ് സമാ. പിന്നെയും ചോദിച്ചു, എന്താ ചോദിച്ചത്? അം അമിൻതും മൻ ഫിസ് സമാ. കൊണ്ടൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ അടുത്തത് വീണ്ടും ചോദിക്കാൻ പിന്നെ എന്താ ഉപയോഗിക്കുക? അമ്മാണ് ഉപയോഗിക്കുക. ഈ ഹംസ ഇട്ടുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് ആദ്യം ചോദിച്ചു, അതുഹാജൂനന. അതാണ് നമ്മളിപ്പോൾ ആദ്യം പഠിച്ച ആയത്തിൽ അതുഹാജൂനന, നിങ്ങൾ നമ്മളോട് തർക്കിക്കാൻ വരികയാണോ? അവിടെ എന്തിട്ടാ ചോദിച്ചത്? ഹംസ ഇട്ടാ ചോദിച്ചത്. പിന്നെ തുടർന്ന് അടുത്തൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ എന്തിടും?
ഇടും. അതാണ് ഇവിടെ ചോദിച്ചത്. അം തഖൂലൂൻ, നിങ്ങൾ നമ്മളോട് പറയുകയാണോ? അതാണ് സൂറത്തു മുൽക്കിലുള്ളത്. അമിൻതും മൻ ഫിസ് സമാ അൻ യഖ്സിഫ ബിക്കുമുൽ അർള് ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് പഠിക്കാൻ പറ്റിയൊരു ഉദാഹരണമാണ്. അപ്പോൾ ആദ്യം ഹംസ ഇട്ടൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ എന്തിടും? അം ചോദിക്കും. അത് അറബി ഭാഷയുടെ ഒരു ശൈലിയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹ് ചോദിക്കുന്നു, അം തഖൂലൂൻ, നിങ്ങൾ പറയുകയാണോ? ഇന്ന ഇബ്രാഹീമ, തീർച്ചയായും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ മക്കൾ അസ്ബാത്ത്, യാക്കൂബ് നബിയുടെ സന്തതികളെ പറയണത് എന്താണ്? അസ്ബാത്ത്. ഇവരൊക്കെ കാനൂ എന്ന് പറഞ്ഞാൽ എന്താ? കാന ആയിരുന്നു, കാന അവർ രണ്ടുപേരായിരുന്നു, കാനൂ അവരൊരു കൂട്ടമായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി പറയാണ് കാനു അവരായിരുന്നു ഹൂദൻ ഔ നസാറ, ഇവരൊക്കെ ജൂതനും ക്രിസ്ത്യാനിയുമായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അവരുടെ അടുത്ത വാദം അതായിരുന്നു. സ്വർഗത്തിൽ പോകണമെങ്കിൽ ജൂതൻ ക്രിസ്ത്യാനിയാകണം, ഹിദായത്തിലാകണമെങ്കിൽ ജൂതനും ക്രിസ്ത്യാനിയാകണം. ഇപ്പോൾ പറയാണ് ഈ പ്രവാചകന്മാരൊക്കെ ആരായിരുന്നു? ജൂതനും ക്രിസ്ത്യാനിയുമായിരുന്നു എന്നവർ പറയുന്നു. നിങ്ങൾ അങ്ങനെ പറയുകയാണോ എന്നുള്ള ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ അസ്ബാത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സിബുത്തിൻ്റെ ജം ആണെന്ത്? അസ്ബാത്ത്. സിബുത്തിൻ്റെ പ്ലൂറലാണെന്ത്? അസ്ബാത്ത്. അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സന്തതികൾ. മുമ്പ് പറഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, പുതിയ ആളുകൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അസ്ബാത്ത് സിബുത്ത്. ശരിക്കും അവിടെ എന്ത് പറഞ്ഞാൽ മതി? യാക്കൂബ് നബിയുടെ മക്കളെന്ന് പറഞ്ഞാൽ പോരെ? അബ്ന എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ അബ്ന എന്ന് പറഞ്ഞില്ല. ഇനി ആ 12 മക്കൾ ആരായി? 12 ഗോത്രങ്ങളായി തിരിഞ്ഞില്ലേ? അപ്പം എന്തു പറയണം? കബീല എന്ന് പറയണം. അറബികൾ എന്താ ഉപയോഗിക്കുക ഗോത്രത്തിന്? കബീല എന്നാണ് ഉപയോഗിക്കുക. പക്ഷെ കബീല എന്ന് ഉപയോഗിച്ചില്ല, അബ്ന ഒന്നും ഉപയോഗിച്ചില്ല. പിന്നെ എന്തു പറഞ്ഞു? അസ്ബാത്ത് എന്ന് ഉപയോഗിച്ചു. കാരണം ജൂതന്മാർ അവരുടെ സന്തതികളെ അസ്ബാത്ത് എന്ന പ്രയോഗമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നടത്തിയിട്ടുള്ളത്. അതങ്ങനെ തന്നെ ഖുർആൻ എന്ത് ചെയ്തു? ആ പറയുന്ന ആ പ്രയോഗത്തെ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഖുർആൻ ആ അറബി ഭാഷയിൽ അബ്ന എന്ന അറബികൾ ഉപയോഗിക്കുന്ന പദം ഉപയോഗിക്കാതെ ജൂതന്മാർ ഉപയോഗിക്കുന്ന ആ പദം എന്ത് ചെയ്തു? എടുത്തുപയോഗിച്ചു. സിബുത്തുൻ ജംഅ് അസ്ബാത്ത്. അപ്പോൾ അവരൊക്കെ ജൂതന്മാരായിരുന്നു, നസാറാക്കളായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിനെന്താ മറുപടി കൊടുക്കേണ്ടത്? ഖുൽ. അവർ പറയണ എല്ലാത്തിനും നബിയോട് പറയണം ഖുൽ, പറഞ്ഞോ നബിയെ, അഅൻതും അഅലമു അമില്ലാഹ്, നിങ്ങളാണോ അറിവുള്ളവർ അതല്ല അള്ളാഹു ആണോ അറിവുള്ളവർ? അല്ലാത്ത ചോദ്യമാണ്. ഈ അഅൻതും അഅലമു അമില്ല ആ വാചകം ശ്രദ്ധിച്ചു നിങ്ങൾ. ആ വാചകത്തിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പം ഞാൻ പറഞ്ഞ നിയമമുണ്ട്. എന്താ? അഅൻതും ഹംസ ഇട്ട് ചോദിച്ചു. പിന്നെയോ അമില്ല, വീണ്ടും ചോദിക്കുന്നു അള്ളാഹു ആണോ? നിങ്ങളാണോ അള്ളാഹു ആണോ എന്ന് ചോദിക്കാൻ അവിടെ ആദ്യത്തെ ചോദ്യത്തിന് ഹംസയും രണ്ടാമത്തെ ചോദ്യത്തിന് എന്ത് വന്നു? അമ്മും വന്നു. അപ്പം നിങ്ങളാണോ ഏറ്റവും നന്നായി അറിയുന്നവൻ അതല്ല അള്ളാഹു ആണോ? കാരണം അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. കാരണം ജൂതന്മാരുടെ വേദഗ്രന്ഥത്തിൽ ഉള്ള കാര്യം അവർക്കറിയാം എന്താണെന്നുള്ളത്. ഇതവർ മറച്ചു വെച്ചിരിക്കുകയാണ് പലതും. അതാണ് അടുത്തൊരു വാചകം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്. വമൻ ആരുണ്ട്? അദ്ലമു ഏറ്റവും വലിയ അക്രമിയായിട്ടുള്ളവൻ, മിമ്മൻ കതമ ഷഹാദതൻ സാക്ഷ്യം മറച്ചു വച്ചവനേക്കാൾ അക്രമിയായിട്ടുള്ളവൻ ആരുണ്ട്? ഇൻദഹു അവൻ്റെ അടുക്കലുള്ളൊരു സാക്ഷ്യമാണ്. എവിടെന്നാ സാക്ഷ്യം വന്നത്? മിനല്ലാഹ്, അള്ളാൻ്റെ അടുക്കൽ നിന്ന് അവതരിക്കപ്പെട്ട ഒരു സാക്ഷ്യമുണ്ട്. എന്താണ് ആ സാക്ഷ്യം? ഇബ്രാഹിം നബി ആരായിരുന്നു, ഇസ്മായിൽ നബി ആരായിരുന്നു, അവരൊക്കെ ഏത് ഷഹാദത്തിലായിരുന്നു എന്ന് അവരുടെ വേദഗ്രന്ഥത്തിലുണ്ട്. ഇതവരെന്ത് ചെയ്തു? മറച്ചു വച്ചു. നമ്മൾ മുമ്പ് ജൂതന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക വന്നിട്ട് ചോദിച്ച ചോദ്യങ്ങളെപ്പറ്റി പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു സലാം എന്ന ജൂതൻ ഇസ്ലാം സ്വീകരിച്ച ചരിത്രം നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ കാരണം? ഇവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്.
ഇത് മറച്ചു വെച്ചിരിക്കുന്ന എന്തിനാണ്? ഇത് ഹക്ക് ജനങ്ങൾ മനസ്സിലായാൽ ഈ ജൂതമതം അവരെന്ത് ചെയ്യും? ഉപേക്ഷിക്കും. അപ്പം ഇത് മറച്ചു വെച്ച കാര്യം എന്തൊക്കെയാണ്? ഒന്ന്, മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ്. അത് എവിടെ വരും, എങ്ങനെ വരും, എപ്പോൾ വരും എന്ന ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം ഈ കാര്യം പിന്നെ കുറേ വൈജ്ഞാനികമായ മേഖലകളുണ്ട്. ഇതൊക്കെ ഒരു നബിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം അതിലവർ മറച്ചു വെച്ച കുറേ കാര്യങ്ങൾ നബിയുടെ അടുക്ക് ചെന്നിട്ട് എന്ത് ചെയ്തു? ചോദിച്ചു, ഇന്ന കാര്യത്തെപ്പറ്റി എന്താ അഭിപ്രായം, ഇന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? ഇതൊക്കെ നബി അവർ മറച്ചു വെച്ചതൊക്കെ എന്ത് ചെയ്യാണ്? വെളിവാക്കി കൊടുക്കുകയാണ്. അങ്ങനെയാണ് അബ്ദുല്ലാഹിബ്നു സലാം എന്ത് ചെയ്തത്? ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ നോക്കി, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത ഷഹാദത്തുണ്ട്, സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം എന്താ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും യഅ്കൂബ് നബിയും അവരുടെ മക്കളൊക്കെ ആരായിരുന്നു? മുസ്ലിമീങ്ങളായിരുന്നുവെന്ന് അവരുടെ തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്. പക്ഷെ അവരത് എന്ത് ചെയ്തു? മറച്ചു വെച്ചു. അപ്പം തൗറാത്തിൻ്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിയർക്ക് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം തൗറാത്ത് ആർക്ക് അവതരിപ്പിച്ചതാ? മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതാ. മൂസാ നബീനേക്കാൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആര് വന്നത്? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യഅ്കൂബ് നബിയും വന്നത്. അപ്പോൾ തൗറാത്തിൻ്റെ ആളുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? ഈ പറഞ്ഞ പ്രവാചകന്മാരെ, 4 പ്രവാചകന്മാരുടെ അനന്തരം പറയാൻ കഴിയില്ല. ഇനി ക്രിസ്ത്യാനികൾ നമുക്ക് എടുത്തു നോക്കാം. അവർ ഇഞ്ചീലിൻ്റെ ആളുകളാണെന്നല്ലോ അവകാശപ്പെടുക. ഇഞ്ചീൽ ആർക്ക് അവതരിച്ചതാണ്? ഈസാ നബിക്ക് അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഈസാ നബി എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് കടന്നു വന്നത്. അപ്പോൾ ഈ 2 വിഭാഗത്തിനും യാതൊരു സാധ്യതയുമില്ല ഇബ്രാഹിം നബി ഞങ്ങളുടെ ക്രിസ്ത്യാനിയാണ്, ജൂതനാണെന്ന് പറയാൻ. കാരണം ജൂതമതം ഉണ്ടാക്കപ്പെട്ടത് ജൂത പണ്ഡിത സഭയുടെ നേതൃത്വത്തിൽ അവർ എഴുതിയുണ്ടാക്കിയൊരു മതമാണ് എന്ത്? ജൂതമതം. അവരുടെ തൗറാത്തിൽ അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നുവെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ല ഈ ആയത്തിന് വിശദീകരണം കൊടുത്തത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ തഫ്സീർ രേഖപ്പെടുത്തിയത് ഹസനുൽ ബസ്രിയുടെ വാചകമാണ്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ള പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞത്, അവർ ഷഹാദത്ത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞത്? അവരുടെ തൗറാത്തിലും ഇഞ്ചീലിലുമുണ്ട് ഇവരൊക്കെ ആരായിരുന്നുവെന്ന്? മുസ്ലിമീങ്ങളായിരുന്നുവെന്നുണ്ട്. ഇതവർ പുറത്തു പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഇവരെല്ലാവരും ആരാകണം? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം. അതുകൊണ്ടാണ് കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ് എന്ന് പറഞ്ഞത്. അപ്പം ആ സാക്ഷ്യം മറച്ചു വെച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അല്ലാഹ് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വമല്ലാഹു, അല്ലാഹു അല്ല, ബിഗാഫിലിൻ, അശ്രദ്ധനായിട്ടില്ല, അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അല്ലാഹ് ആരല്ല? അശ്രദ്ധനല്ല. ഈ വാചകത്തെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് തഹ്ദീദാണ്, വഈദുൻ ഷദീദുൻ, ശക്തമായൊരു താക്കീതാണിത് അവർക്കുള്ള. കാരണം എന്താ? അവർ മറച്ചു വെക്കുന്നതൊന്നും അല്ലാഹ് കാണുന്നില്ല എന്നാണ് അവരെന്ത് ചെയ്യുന്നത്? വിചാരിക്കുന്നത്. അള്ളാഹു പറയാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹ് ആരല്ല? അശ്രദ്ധനല്ല. ജൂതന്മാരെ പറ്റി പരാമർശിക്കുന്നിടത്തൊക്കെ ഖുർആൻ ഉപയോഗിച്ചൊരു ശൈലിയാണ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. സൂറത്ത് ബഖറയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് 2 തവണ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ആയത്തെടുത്ത് നോക്കിയാൽ, ആ വാചകം എടുത്തു നോക്കിയാൽ അതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? അഹ്ലു കിതാബുമായി ബന്ധപ്പെട്ട ആ സ്ഥലങ്ങളിലാണ് അള്ളാഹു ഈ പദപ്രയോഗം നടത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 141-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുകയാണ്, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്. ആരൊക്കെയാണ്? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യഅ്കൂബ് നബി, അവരുടെ മക്കൾ. തിൽക ഉമ്മത്തുൻ, അതൊരു സമുദായമായിരുന്നു. അവരാരായിരുന്നു? ഒരു സമുദായമായിരുന്നു. ഖദ് ഖലത്, അവരെന്ത് ചെയ്തു? കഴിഞ്ഞുപോയി. ഖലാ യഖ്ലു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഖലാ യഖ്ലു എന്ന് പറഞ്ഞാൽ എന്താ? കാലിയായി, ഒഴിഞ്ഞു എന്നൊക്കെയാണ് എന്ത് പറയുക? ഖലാ യഖ്ലു എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി എന്ന് പറയാൻ ഉപയോഗിക്കും, തീർന്നു പോയി എന്ന് ഉപയോഗിക്കും. ഒഴിഞ്ഞ സ്ഥലത്തിനൊക്കെ നമ്മൾ ഖലാ എന്ന് പറയൂലേ? വിസർജനത്തിന് വേണ്ടി നമ്മൾ പോയിരിക്കുന്ന സ്ഥലത്തിന് എന്താ പറയുക? ആ ഒഴിഞ്ഞ സ്ഥലം എന്നാ പറയുക. ആരും ഇല്ലാത്ത സ്ഥലം, ഒഴിഞ്ഞ സ്ഥലം. അപ്പം ആ വാക്കൊക്കെ ഇതിൽ നിന്നാണ് വന്നത്, ഖലാ യഖ്ലു. അപ്പം ഇവിടെ എന്താണ്? ആ ഉമ്മത്ത് കഴിഞ്ഞു പോയി.
ആ സമൂഹം കഴിഞ്ഞു പോയൊരു സമുദായമാണ്. അവർ ലഹാ മാ കസബത്ത്, ലഹ അവർക്കുണ്ട്, ആ ഉമ്മത്തിനുണ്ട്, മാ കസബത്ത് അവർ സമ്പാദിച്ചത് അവർക്കുണ്ടാകും, വലക്കും മാ കസബത്തും നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുണ്ടാകും. അവർ ചെയ്തത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല. അവർ തൗഹീദിലായിരുന്നു, അവർ വേദഗ്രന്ഥങ്ങളെ മാറ്റിമറിച്ചിട്ടില്ല. അപ്പം അവർ ചെയ്തത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല. വല തുസ്അലൂൻ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അമ്മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചതിനെ തൊട്ട് നിങ്ങളോട് എന്ത് ചെയ്യൂല, ചോദിക്കൂല. അവർ തൗഹീദിലായിരുന്നു, അവർ നേർവഴിയിലായിരുന്നു, അതിനെപ്പറ്റി നിങ്ങളോട് എന്ത് ചെയ്യൂല, അല്ലാഹ് ചോദിക്കൂല. നിങ്ങളോട് ചോദിക്കുന്നത് എന്തിനെ പറ്റിയാ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റിയാണ്. ഇതിന് സമാനമായൊരായത്ത് തൊട്ടടുത്ത മുമ്പത്തുള്ള പേജിലുണ്ട്, നോക്കിയേ, ഒന്ന് മറിച്ച് 134 ആയത്ത്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, സമാനമായ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തവണ പറയുകയാണ്. തൊട്ടടുത്ത പേജ് ഒന്ന് ബാക്കിലേക്ക് പോയാൽ മതി. അതിന് മുമ്പ് ആരെ പറ്റിയാ പറഞ്ഞത്, ആ ആയത്തിൻ്റെ മുമ്പ് ആരെ പറ്റിയാ പറഞ്ഞത്, യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മക്കളോട് മരണത്തിൻ്റെ സമയത്ത് ചോദിച്ച വസിയത്തിനെ പറ്റി പറയുകയാണ്. ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്നല്ല ചോദിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞു പോയൊരു സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല. അവരൊക്കെ ആരായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു. ഇത് ജൂതന്മാർക്ക് കൊടുത്തൊരു മറുപടിയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെ ഒക്കെ ആളുകളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജൂതന്മാർക്കും നസാറാക്കൾക്കും പറയാൻ യാതൊരു അവകാശവും ഇല്ല. കാരണം അവർ മുസ്ലിമീങ്ങളായിരുന്നു. അവരുടെ മാർഗത്തിലാണ് ആരുള്ളത്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയെ പിൻപറ്റിയ സഹാബത്ത് മുതൽ ഇവിടം വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കുമാണ് ഇബ്രാഹിം നബിയുടെ അവകാശവാദം പറയാൻ കഴിയുക. ഇബ്രാഹിം നബിയുടെ മക്കളുടെ അനന്തരം പറയാൻ നമുക്ക് മാത്രമേ അധികാരമുള്ളൂ, അവകാശമുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ എന്തുണ്ട്, തൗഹീദുണ്ട്. ആ തൗഹീദ് നഷ്ടപ്പെട്ടാലോ, ആ തൗഹീദ് നഷ്ടപ്പെട്ടാൽ നമുക്കും പറയാൻ കഴിയില്ല, നമുക്കും പറയാൻ കഴിയില്ല. ഇബ്രാഹിം നബിയുടെ അനന്തരം പറയാൻ കഴിയില്ല. ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയൊക്കെ നമ്മുടെ നബിയാണെന്ന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്, ഒരേ ഒരു കാരണമാണ്, തൗഹീദ് കൊണ്ടാണ്. കാരണം ഇബ്രാഹിം നബിനെ പറ്റി പറയുന്നിടത്തൊക്കെ എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്, നിങ്ങൾ പറയും, ഹനീഫൻ മുസ്ലിമൻ വമകാന മിനൽ മുശ്രിക്കീൻ. എന്തായിരുന്നു ഹനീഫ് എന്ന് നമ്മൾ വിശദീകരിച്ചത്, എന്തായിരുന്നു ഹനീഫ് എന്ന് പറഞ്ഞാൽ, ഹനഫ യഹ്നിഫു, ഹനഫൻ വക്രതയില്ലാത്തവൻ. ആ വാക്ക് നമ്മൾ ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് പറഞ്ഞിരുന്നു, അതിൻ്റെ താരീഫ് പറഞ്ഞിരുന്നു. വക്രതയില്ലാത്ത വാക്ക് നമ്മൾ പണ്ട് മുതലേ പരിഭാഷ വായിച്ചു വെച്ചിരിക്കുകയാണ്, ഋജുമനസ്കൻ, വക്രതയില്ലാത്തവൻ എന്നൊക്കെ. അതിന് നമ്മൾ കുറച്ച് വിശദീകരണം പറഞ്ഞിരുന്നു. ഒന്നെന്തായിരുന്നു, തൗഹീദുള്ള ആള്. രണ്ടെന്തായിരുന്നു, ചേലാകർമ്മം ചെയ്യുന്ന വ്യക്തി. ജൂതന്മാരും നസാറാക്കളൊന്നും എന്ത് ചെയ്യാറില്ല, ഇബ്രാഹിം നബി ചെയ്തതുപോലെ ചേലാകർമ്മം ചെയ്തിട്ടില്ല. ആ അവകാശവും ആർക്കേ ഉള്ളൂ, മുസ്ലിമീങ്ങൾക്കേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഇത് ഇന്ന് ജൂതന്മാർക്ക് വാദിക്കാൻ പറ്റുമോ, ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളുകളായിരുന്നു എന്ന് പറയാൻ പറ്റുമല്ലോ. ഇബ്രാഹിം നബി എന്ത് ചെയ്തിട്ടുണ്ട്, ചേലാകർമ്മം ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് പറയാൻ പറ്റുമോ, ഇല്ല. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ നമ്മളെ പരിഹസിക്കുന്നത് ഈ പേര് പറഞ്ഞുകൊണ്ടാണ്. അറ്റമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പരിഹസിക്കുന്നത് ചാറ്റ് ബോക്സുകളിൽ. എന്നാലോചിച്ച് നോക്കണം. എന്നാൽ നമ്മളത് വളരെ എന്താ പറയുക, അഭിമാനത്തോടെ പറയുന്നു, അത് ഞങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബിയുടെ മാർഗമാണ്. ഇബ്രാഹിം നബി അത് ചെയ്തിട്ടുണ്ട്. ആ അവകാശം പോലും പറയാൻ ആർക്ക് കഴിയില്ല, ഫിത്രത്തിൻ്റെ അവകാശം പോലും പറയാൻ ജൂതന്മാർക്കും നസാറാക്കൾക്കും കഴിയൂല. അപ്പൊ ഹനീഫൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തു വരണം, ഋജുമനസ്കൻ എന്നതിനപ്പുറം തൗഹീദുള്ളവൻ എന്ന പദപ്രയോഗം നമ്മൾ പറഞ്ഞു. ഖിബിലയിലേക്ക് തിരിയുന്നവൻ എന്ന ഒരാശയം പറഞ്ഞു. പണ്ഡിതന്മാരെ എണ്ണി പറഞ്ഞ ഖിബിലയിലേക്ക് തിരിഞ്ഞവൻ, ചേലാകർമ്മം ചെയ്തവൻ, തൗഹീദ് ഉള്ളവൻ,
ഹജ്ജു ചെയ്തവൻ, ബലികർമ്മം നിർവഹിച്ചവൻ. ഈ 5 കാര്യങ്ങളെ പണ്ഡിതന്മാർ ഒരുമിച്ച് ചേർത്തിട്ടാണ് പറഞ്ഞത്. ഇതാണ് ഹനീഫൻ എന്ന് പറഞ്ഞാൽ. ഇബ്രാഹിം നബി ഹജ്ജ് ചെയ്തു. ഇനി ഏതെങ്കിലും ജൂതൻ ഹജ്ജ് ചെയ്യാൻ വരുന്നുണ്ടോ? ഏതെങ്കിലും ക്രിസ്ത്യാനി ഇബ്രാഹിം നബി ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇബ്രാഹിം നബി കഅബയെ കിബിലയായി സ്വീകരിച്ചു. ഇന്നേതെങ്കിലും ജൂതൻ കഅബയെ കിബിലയായി സ്വീകരിക്കുമോ? നസാറാക്കൾ സ്വീകരിക്കുമോ? അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട് കിബിലയുടെ വിഷയത്തിൽ. അപ്പോൾ ഹനീഫൻ എന്ന് പറയുമ്പോൾ അതിൽ അവകാശം പറയാൻ നമുക്ക് മാത്രമേ കഴിയൂ. തൗഹീദുണ്ട്, ചേലാകർമ്മം ചെയ്തിട്ടുണ്ട്, കിബിലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്, ബലികർമ്മം ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹനീഫൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആർക്കേ അവകാശമുള്ളൂ? മുസ്ലിമീങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇനിയും പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള അപാരമായ ഒരു തൗഫീക്ക് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ് അത് വീണ്ടും നമ്മൾ രണ്ടാമത് പുനരാരംഭിച്ചു. അത് അവസാനിപ്പിക്കുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ബുക്കും പേനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് വീണ്ടും ഒരു ക്ലാസ് തുടങ്ങിയോണ്ടാകാം ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാകണം? ബുക്കും പേന ഉണ്ടാകണം കേട്ടോ. ഞാൻ തുടക്കത്തിലെ ഹംദ് ചൊല്ലിയപ്പോൾ അല്ലദീ അല്ലമൽ ഖുർആൻ, പിന്നെ അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതറിയണമെങ്കിൽ നമ്മുടെ ഒരു കലമുണ്ടാകണം, ഒരു പേന ഉണ്ടാകണം. ഇപ്പം ശുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിച്ചപ്പോൾ നമുക്കത് പെട്ടെന്ന് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ. ചിലർക്ക് എഴുതാൻ പറ്റി, അത് നമുക്കിനി എഴുതാൻ പറ്റണം. എഴുതിയവർക്ക് നാളെ ചോദിച്ചത് പറയാൻ പറ്റും, ഫോട്ടോ എടുത്തവർക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടൊരു ബുക്കും പേന നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം? കരുതണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഇരുത്തം, ഈ സമയം മീസാനിൽ കനം തൂങ്ങുന്ന ഒരു നന്മയാക്കി മാറ്റുമാറാകട്ടെ. ഈ ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കിത്തന്ന ഇതിൻ്റെ കമ്മിറ്റിക്കാർക്കും, ഈ ബിൽഡിംഗ് ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് പണിയാനും ഇതിൻ്റെ താഴെ നമുക്കിരിക്കാനും അല്ലാഹു സബബാക്കിയ ഈ ഒരു ഗവൺമെൻറ്, ഈ ഒരു ദുബൈ ഗവൺമെൻറ്റിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിൻ്റെ ഭരണാധികാരികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീക്കും അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാവരുടെയും നന്മകൾ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായി ഉയർത്തെഴുന്നേൽക്കാൻ, അഹുൽ ഖുർആനായി റബ്ബിനെ കണ്ടുമുട്ടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിലും പരലോകത്തും ഖുർആനിൻ്റെ വക്താക്കളാക്കി അല്ലാഹു നമ്മളെ മാറ്റുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടിയിരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.